ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ദി ഗ്രേറ്റസ്റ്റ് ഗോട്ട് ഓഫ് ലൈഫ് കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിനൊരു കാര്യം പറയാണ്ട്, ഇവൻ എന്നെ പെറ്റിച്ച് ഭയങ്കര വിറ്റാണ്. ഞങ്ങൾ ഇന്നലെ വരെ പടത്തിന്റെ കേസ് രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നത്, കുറെ സംസാരിച്ചാണ്. അപ്പോ ഞാൻ 4 മണിക്ക് പടം കാണുന്ന രാഗത്തിലാണ്, ആള് കാണുന്ന ജോസിലാണ്. പടം കഴിഞ്ഞ് 2 6:30 പടം കഴിഞ്ഞിട്ട് വിളിച്ചു. ഞങ്ങൾ പാലക്കാട് പോകാൻ റെഡിയായിരുന്നു. 10 മണിക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ 2 പേര് ഫാൻ ഷോ ആണ് കണ്ടത്. പ്രവർത്തിലേക്ക് വരാല്ലേ. അപ്പോൾ വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത ഗ്രേറ്റസ്റ്റ് ഗോട്ട് ഓഫ് ടൈം, ഓൾ ടൈം. ഈ പേരിലൊരു പ്രത്യേകതയുണ്ട്. കാരണം ഗ്രേറ്റസ്റ്റ് ഗോട്ട് ഓഫ് ഓൾ ടൈം എന്നുള്ളതിൽ ഒരുപാട് ആൾക്കാരെ, എത്ര ഏജ് ആയാലും അവരുടെ സ്കില്ല്, എത്ര ഏജ് ആയാലും ആ സ്കില്ല് അവരിലുണ്ട് എന്നുള്ളത് കുറേ കാര്യങ്ങൾ ഈ പടത്തിൽ പറയുന്നുണ്ട്. അതെനിക്കൊരു ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. അതൊന്ന് പ്രശാന്ത്, പ്രഭുദേവ്, പിന്നെ ധോണിനെ വരെ ലാസ്റ്റ് പറയുന്ന സീനുണ്ട്. ധോണി, പിന്നെ ലൈലാനെ കൊണ്ടുപോകുന്നത് സ്നേഹ, ഇവരൊക്കെ പണ്ടത്തെ മെയിൻ സംഭവങ്ങളായ ആർട്ടിസ്റ്റുകളാണ്. അതുപോലെ യോഗി ബാബു, ജയറാമിന് എടുത്തു പറയണം. ജയറാം കുറച്ചു നേരം ഉള്ളെങ്കിലും എടുത്തു പറയേണ്ട ക്യാരക്ടർ. ജയറാമിന് മറന്നൂല്ലോ നമ്മള്, ഇന്റർവെല്ലിന് മുമ്പ് ആള് സീനാവുണ്ടല്ലോ. അതുപോലെ VT ഗണേഷ്, അരവിന്ദ്, ഒരുപാട് പേര് പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം. ഒരു പടത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് നമ്മള് വിജയ് പടം എല്ലാവരും കാണാറുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പല റിവ്യൂസും പല ആൾക്കാരും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏവറേജ് ആയിട്ടാണ് നമ്മള് ട്രെയിലർ കണ്ടപ്പോ തന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തത്. അതെ, നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഇതൊരു ഏവറേജ് പടം ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ പടത്തിന് കയറിയത്. ഞാനും കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊരു ഫെയിലിയർ അങ്ങനെ ഒരു പ്രശ്നം വരുള്ളൂ. നമുക്ക് നോർമലി ഒരു പടം കണ്ടിറങ്ങുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫാൻ ഷോയ്ക്ക് കയറാനും കാരണം അത് വിജയ് ഇപ്പൊ ഫാൻ ഷോയ്ക്ക് കയറുമ്പോ ഇവരൊപ്പം ചേർന്ന് പടം കാണുമ്പോ ഫാൻ ഷോ കാണുമ്പോ വേറൊരു വൈബാണ്. അപ്പൊ അത് എനിക്ക് കിട്ടിയിട്ടാ തിയേറ്ററിൽ നിന്ന്. നല്ല ഒരു ഭയങ്കര ആവേശമായിരുന്നു പടത്തില്. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഫ്രണ്ട്സ്, അവര് സ്പോയിലർ ഒന്നല്ലല്ലോ, കഥയൊക്കെ നമുക്ക് ഏകദേശം ട്രെയിലറിൽ മനസ്സിലായത്. ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അവരിൽ നടക്കുന്ന കുറെ ഓപ്പറേഷൻസ് കാണിക്കുന്നുണ്ട്. കെനിയ, റഷ്യ, തായ്ലാന്റ്, ശ്രീലങ്ക, കുറെ രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ്. പിന്നെ വിജയിന്റെ ഒരു ക്യാരക്ടർ പറയാണ്, വിജയ് ഏകദേശം 5-6 റോള് പിടിച്ചിട്ടുണ്ട്. ലുക്കിൽ വരുന്നുണ്ട്. അച്ഛൻ റോള്, പിന്നെ മകൻ റോള്, പിന്നെ അവരെ ടീനേജ് കാണിക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ആള് സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോ, ആള് ഡാൻസ് ചെയ്യുമ്പോ, ആള് ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ അതൊന്ന് ഒരു ഓറയുണ്ട് ആൾക്ക്. അത് നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടു. കാരണം 4 മണിക്കൊക്കെ പടം കാണുന്ന സമയത്ത് അറിയാം 3 മണിക്കൂറുള്ളൊരു പടമാണ്. അത് പിടിച്ചിരുത്താനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഥ എന്ന് പറഞ്ഞ പക്ക ടിപ്പിക്കൽ ക്ലീഷ തമിഴ് പടം. നമ്മൾ 2000-ലൊക്കെ തൊട്ട് കണ്ടു തുടങ്ങിയ ഒരു സംഭവമാണ്. പക്ഷെ ഇന്റർവെല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പടം. ഇന്റർവെല്ലിന് ശേഷമാണ് കുറച്ച് ലാഗിലേക്ക് പോയെന്ന് തോന്നുന്നു. സസ്പെൻസ്, വില്ലന്റെ സസ്പെൻസ്, അത് ഒരു സംഭവം അതുണ്ട്. നമുക്കറിയാം അതിലൊരാളാന്നറിയാം. പക്ഷെ ആരാന്ന് ഞാൻ വേറെ ആള് പ്രതീക്ഷിച്ച്, പക്ഷെ ആളാന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ആളാണ്. ഉണ്ട്. പിന്നെ പാട്ടുകള് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല. പാട്ടെന്ന് പറയുമ്പോ നമ്മള് സാധാരണ വിജയ് പടത്തില് അങ്ങനെ ആ രീതിക്കുള്ളത് വിചാരിച്ച് പോകണ്ട. യുവർ രാജയുടെ BGM കുഴപ്പമില്ല, അത്യാവശ്യം വർക്കൗട്ട് ആയിട്ട്. BGM ആണ് ഇത് കുറെയൊക്കെ പിടിച്ചിരുത്തുന്ന കേട്ടോ, കുറെ സീനുകളൊക്കെ. പിന്നെ അതൊരു രസമായിട്ട് തോന്നി. അവരെ BGM കാര്യങ്ങളൊക്കെ എനിക്ക് രസമായിട്ട് തോന്നി. പിന്നെ ഈ സ്നേഹയുടെ പെർഫോമൻസുകള് കുറച്ച് ആളുകളുടെ രസമായിട്ടുണ്ട്. പിന്നെ വിജയിന്റെ മകനായിട്ട് വിജയ് വരുന്ന സീനുകളും കുറച്ചൊക്കെ രസമായി. കുഴപ്പമില്ല. നമ്മള് ട്രെയിലറിൽ കാണുമ്പോഴേ എല്ലാവരും പറഞ്ഞു ആ ഒരു ഏജ് വിജയ് ചെയ്യുമ്പോ ഒരു എന്തോ പോലെയായിരുന്നു. പക്ഷെ പടം തുടക്കത്തില് നമുക്ക് അതേ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോ ശരിക്കും ആദ്യം കാണിക്കുമ്പോ VFS നമുക്ക് എന്തോ പോലെ തോന്നും. പിന്നെ നമ്മളത് അങ്ങനെ സ്ക്രീനിൽ കണ്ട് സെറ്റ് ആവുന്ന ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 4 മണിക്ക് പടം കണ്ടാൽ ഈ 3 മണിക്കൂർ 5 മിനിറ്റ് ഇന്റർവെൽ ഇടയ്ക്ക് ഒരു 3.5 മണിക്കൂറിന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വന്ന് സംഭവിക്കണം. പക്ഷെ നമ്മൾ ഉറങ്ങിയില്ല കേട്ടോ. എന്ന് കഴിഞ്ഞാൽ ഒരു പടം അത്ര ബോറാണെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോവും. സംഭവം ഇതൊക്കെ നമ്മൾ കണ്ടുപിടുത്ത സബ്ജക്റ്റ് ആയാലും ഓരോന്ന് ഇട്ട് തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട്. അത് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ മറ്റേ ശിവകാർത്തികൻ ഇട്ടത്
അയ്യോ അതൊക്കെ രസമായിട്ടുണ്ട്. കാരണം കൊറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ, മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് കുറെ പേര് വന്നിട്ടുണ്ട്. വില്ലൻ നൈസായിട്ട് മേനോന്റെ ക്യാരക്ടർ എന്തോ കോകില മോഹൻ ആള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്യാരക്ടർ, വില്ലന്റെ ക്യാരക്ടർ ഒരു നല്ല റിവെഞ്ച് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട സ്പോയിലറിലേക്ക് പോകണ്ട. അപ്പൊ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്, വില്ലൻ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം മറ്റേ നമുക്കറിയാം കേരളത്തിലായാലും തമിഴ്നാടായാലും വിജയ് അജിത്ത് ഫാൻസ് ഉണ്ട്. അപ്പൊ അജിത്ത് ഫാൻസിന് ഈ പടത്തിൽ കയറാൻ വേണ്ടിയിട്ടാണോ ക്ലൈമാക്സില് സാധനം ഇട്ടുണ്ട്, നീ ആരുടെ ഫാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിജയിന്റെ മോളെടുത്ത്. അപ്പൊ തല ഫാനാവാനായിട്ട് തല കൊണ്ടിട്ട് തട്ടുണ്ട്. അതൊരു രസമായിക്ക് തോന്നി. സംഭവം ഒരു ക്ലീശയാണ്, എന്നാലും ആ സിറ്റുവേഷനില് രസമായിട്ട് തോന്നി. അത്യാവശ്യം വിജയ് ഫാൻസിന് ഒപ്പം തന്നെ അജിത്ത് ഫാൻസിന് കയറാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ട്. അത്യാവശ്യം നല്ല കയ്യടിയുണ്ട്. ക്ലൈമാക്സിലൊരു ഫൈറ്റ് സീൻ, അത് കുറച്ച് ക്രിക്കറ്റ് കമാൻഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വിജയന്റെ വേറെ പടത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവിടെ ഗ്രൗണ്ട് സീനിൽ ക്ലൈമാക്സ് വരുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇതില് കാണാനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്. നമ്മള് പ്രഭുദേവ അതുപോലെ കുറച്ച് നല്ല നല്ല ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മൾ ആ കയറി ചെന്നാൽ അതിന്റെ ഒരു സാധനം കിട്ടും. അതും അവർക്ക് നല്ല കാസ്റ്റിംഗ് കൊടുത്തില്ല. 4 പേര് ടീമാണ് കേട്ടോ. പ്രശാന്ത്, അജ്മല് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അജ്മല്, അതുപോലെ തന്നെ വിജയ്, പിന്നെ പ്രഭുദേവ. ഇവരെ ബോസായിട്ടാണ് വരുന്നത് ജയറാം. അപ്പൊ ഒരു ടീമാണ്. പിന്നെ ഫൈറ്റ് സീനുകള് ഫസ്റ്റ് കാണിക്കുന്ന സീനിലുള്ള ഫൈറ്റ് സീനുകളൊക്കെ രസമായിട്ടുണ്ട്. ട്രെയിനിലുള്ള സീനുകള് ഒക്കെ രസമായിട്ടുണ്ട്. കാശിറക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ കാശിറക്കിയിട്ടുണ്ട്. DOP ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു 1 ടൈം വാച്ചബിൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എടുക്കണം മൂവി. കാരണം ഇതൊന്നും നമ്മള് OTT ഒന്നും വെയിറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് ഒന്നും ഫീൽ ചെയ്യില്ല. തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്. അതെ, ഒരു ഫെസ്റ്റിവൽ മൂഡില് കാണാൻ പറ്റിയ പടം, ഫാമിലിക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയില് കുഴപ്പമില്ല. പിന്നെ പാസ്സൊക്കെ വാരി വലിച്ചിട്ടൊന്നും വിതറിയിട്ടില്ല. അത്യാവശ്യം ഉണ്ട്, ഓവറാക്കിയിട്ട് ശ്രദ്ധിച്ചാ ഓവർ പാസ് അല്ലേ. പിന്നെ ഫാൻസിനെ എൻഗേജ്ഡ് ആക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫാമിലിക്കും ട്രീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഒരുപാട് കണ്ട് മടുത്ത ഒരു സിനിമയാണ്, സബ്ജക്റ്റാണ്. നമ്മൾ 2000-ലും അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ മലയാളത്തിൽ കാശ്മീരം എന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സംഭവം. അപ്പൊ അന്നൊക്കെ കണ്ടുകൊണ്ട് സാധനമാണ്. പക്ഷെ അത് ഈ 2024 കൊണ്ടുവന്നപ്പോ അതിൽ കുറെ മാറ്റങ്ങളും കാലഘട്ടത്തിന്റെ ടെക്നോളജി ഇങ്ങനെ എല്ലാ വിധത്തിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്റർടൈൻ രീതിയിൽ കാസ്റ്റിംഗും കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാഗത്തിൽ കിട്ടിയത് കേട്ടോ. ജോസ് അടിപൊളി തിയേറ്ററല്ലേ. പിന്നെ ചെറിയ സ്ക്രീൻ ചെറുതോ. ഞാൻ ഒറ്റ കാരണം കൊണ്ടാക്കി സൗണ്ട് ആണെങ്കിൽ ഇഷ്ടം ജോസാ. അത് രാഗത്തിലാണ്. പക്ഷെ സ്ക്രീൻ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് ഞാൻ രാഗത്തിൽ കയറിയത്. അപ്പോ ഇതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പടം എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ മൂടുള്ള ആളുകളാണ് ഒന്നാലോചിക്കേണ്ട പോയി കാണാം. ഞങ്ങൾ 2 പേരും എക്സ്പെക്ടേഷൻ്റെ അല്ല പോയത്. നമുക്ക് അറിയാവുന്ന ഈ പടം എങ്ങനെയാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും ട്രെയിലർ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റിയിരുന്നു. പിന്നെ പടം ഇന്നത്തെ ഒരു ദിവസം തന്നെ ഏകദേശം 100 crores ആവും തോന്നുന്നു. കാരണം വേൾഡ് വൈഡ് പ്രീ ബുക്കിംഗിൽ തന്നെ 60 കോടിയുടെ അടുത്ത് പടം വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ മാത്രം 4000 ഷോ ഉണ്ട്. അപ്പോ നിങ്ങൾ കാണുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒപ്പീനിയൻസ്. അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ ബൈ. അപ്പോൾ എന്നെ പറ്റിച്ച്. ഓക്കെ ബൈ.